ആരാധനയിലേക്ക് നമ്മളെ ക്ഷണിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥതയാൽ ഒത്തിരിയേറെ മക്കൾക്കാണ് വലിയ വലിയ ദൈവാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ട് അവർ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി ദൈവമഹത്വം കരയേറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം ഹെബ്രായർ തിരുവചനം അനുസരിച്ച് ഈ അൾത്താരയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ഒപ്പം തന്നെ ദൈവസ്നേഹ ബുദ്ധിയ നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ ലോകം മുഴുവനുമുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയെടുത്ത 5 ഭൂഖണ്ഡങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അന്ധനായി ജനിച്ചത്. ഈശോയുടെ മഹത്വം പ്രകടമാക്കാനുള്ള ഒരു അടയാളം, ഒരു മാധ്യമമായിട്ടാണ് ആ മകനെ ഈശോ തുറന്നു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുറവുകളും ഈശോ അത് നിറവുകളാക്കി ദൈവ മഹത്വമാക്കി രൂപാന്തരപ്പെടുത്താനുള്ളതാണ് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ പറയുന്നത് പ്രകാരമാണ്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. നിത്യതയെക്കുറിച്ചുള്ള വലിയ ആഴമായ ഉൾക്കാഴ്ച ഈ ആരാധനയിലൂടെ നമുക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷം യാചിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകളെ അച്ഛൻ്റെ വചന വിചിന്തനത്തിലൂടെ പ്രബോധനങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ വലിയ ആന്തരിക ചലനങ്ങളുണ്ടായി ഈശോയുടെ വചനം സ്വീകരിക്കാനുള്ള വലിയ തുറവിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഈ ധ്യാനം ഏതെല്ലാം സമയം കൂടുന്നുവോ അവർക്കെല്ലാം വലിയ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഇരുകരങ്ങളെയും ഉയർത്തി ശക്തമായി ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവർ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ക്രിസ്മസുമായിട്ടൊരു ധ്യാനം കൂടാൻ ദൈവം വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എൻ്റെ മക്കളെ,
ആദ്യം ചെയ്യേണ്ടതേ, നിങ്ങൾക്ക് കർത്താവിന് ഇതിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയണത് ദൈവസ്നേഹമാണ്. ഉടമ്പടിയിൽ കുറച്ചുകൂടി റിഫൈൻഡ് ലവ് ഓഫ് ഗോഡ് ആയിരിക്കും. നമ്മൾക്ക് ക്രൂഡ് ഓയിലും അല്ലേ, ക്രൂഡ് ഓയില്, അതുപോലെ തന്നെ ഡീസല്, പിന്നെന്താ പെട്രോള്, ഏവിയേഷൻ ഓയിൽ. അപ്പോൾ റിഫൈനിങ്ങിൻ്റെ ഒരു ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം റിഫൈൻ ചെയ്തെടുത്തിട്ടാണ് പിന്നീട് ഡീസലാക്കണത്. അതുപോലെ ലവ് ഓഫ് ഗോഡിലും ഇതുണ്ട്. ദൈവസ്നേഹത്തിലും ചിലരുടെ ദൈവസ്നേഹത്തിൻ്റെ നിലവാരം ക്രൂഡ് ഓയിലായിരിക്കും. ക്രൂഡ് ഓയിലിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട്, ഡീസലിൻ്റെ സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിൽ, പെട്രോളിൻ്റെ സാധ്യത അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഏവിയേഷൻ വിമാനം വരെ പറപ്പിക്കാനുള്ള ഏവിയേഷൻ ഓയിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് എടുക്കാൻ പറ്റും, അത് സാധ്യതയാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചില ദൈവസ്നേഹക്കാർക്ക് ഇങ്ങനൊരു കുഴപ്പം വരും. അവർക്ക് ദൈവസ്നേഹമുണ്ട്, പക്ഷേ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ല. ദൈവസ്നേഹത്തിൻ്റെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. കാര്യം ഏക്കാത്തതിൻ്റെ കാര്യം ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് എപ്പോഴും ഉള്ള പ്രശ്നം അതിൻ്റെ പ്രൂഫ് വേണമെന്ന് പറയും. നമുക്ക് ഞാൻ PhD ആണെന്നൊരു കാര്യമില്ല. ദൈവം പറയും, അത് ആദ്യം ചോദിക്കും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുത്തതെന്ന് ചോദിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർട്ടിഫിക്കറ്റ് ചോദിക്കണത്. അപ്പം നമ്മൾ ദൈവത്തിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ കാപഠ്യമില്ലെന്നാണ്. കാരണം ഈ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. കാര്യം ഭയം വരണം എങ്ങനെയാണ്? സ്നേഹം സത്യസന്ധമല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അത് ഭയം കയറി വരണത്. ഒക്കത്തില്ലേ? വിശ്വസിക്കുക, ദൈവം ഏറ്റെടുക്കുക, അവിടെയെല്ലാം നമുക്കൊരു കറകളഞ്ഞ സ്നേഹമാണെങ്കിൽ അതിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഭയത്തിൻ്റെ അംശം സ്നേഹത്തിലുണ്ടോ? ഇപ്പോൾ അതൊക്കെ ജപ്തി നടപടിയാണ്. അപ്പോൾ നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഭയമുണ്ട്. ബാങ്കുകാരൻ പണി തരുമോ? ദാറ്റ് മീൻസ് അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്പം ചില ആൾക്കാർക്ക് കിണ്ണം കഴിച്ചിട്ട് ഇവിടെ എന്താണ്, ഒരു ദിവസം ഉണ്ടല്ലോ ഒരു സാക്ഷ്യം ഉണ്ടായി, ഭയങ്കര രസമായി. ആങ്ങളെ വണ്ടി ഇടിച്ച്, ഞാൻ എപ്പോഴും ഓർക്കുന്ന സാക്ഷ്യം. കൂട്ടുകാരത്തി വിളിച്ചു പറഞ്ഞ്, ഇടി അറിഞ്ഞടി. അപ്പോഴേ ഇവളുടെ സംസാരം കേട്ടപ്പോൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പിന്നീട് അവളുടെ കൂട്ടുകാരത്തി ഇവളുടെ ആങ്ങളെ വണ്ടി ഇടിച്ച കാര്യം അറിഞ്ഞു. ഇവർക്ക് പാസ് ചെയ്യുകയും, പക്ഷെ ഇവളെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പതുക്കെ പറയും, നിൻ്റെ ബ്രദറ് ഹോസ്പിറ്റലാണെന്ന് പറയും. എന്താ കാര്യം? അത് ബ്രദറിനെ വണ്ടി ഇടിച്ചെന്ന്. അത് കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. ഇത് തന്നെ കണ്ട കറസ്പോണ്ടിങ് കണ്ട, പെട്ടെന്ന് ഭയമില്ല. എൻ്റെ അടുത്ത് വണ്ടി ഇടിച്ചതാണ്. ആ വണ്ടി കണ്ടാൽ, ഇടിച്ച വണ്ടി കിടപ്പുണ്ടവിടെ, അത് കണ്ടാൽ അത് യാത്ര ചെയ്ത ആളിൻ്റെ അടുത്ത് ഇല്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഇവളെടുത്ത വായിക്കും പറയണത് എന്താണ്? സാരമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. ചില ആൾക്കാർ, ഇത് ഒന്നല്ല പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ, അവരുടെ ഉറപ്പാണ് എന്താണ്, ആങ്ങളെ വെള്ളടിയും മറ്റു കലാപരിപാടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുതരം ഉഴപ്പ് ജീവിതമാണ്. അതിന് വേണ്ടിയാണ്, അത് മാറാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഇവൾ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോഴാണ് ഈ വണ്ടി ഇടിച്ചിരിക്കണത്. അപ്പോഴേ ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് അത് കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മാതാവ് ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ അത്രയും ദൈവസ്നേഹത്തോടെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്.
ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് അവസാനം ഇപ്പോൾ എന്നേക്കുമായിട്ട് അരി എത്തുന്ന പരിപാടിയാണ് വരണത്. പക്ഷേ ഇവർക്ക് കുലുക്കില്ല. വെള്ളവടി മാറാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ അനുഭവം എന്താണ്? എന്നേക്കും അരി എത്തണ അനുഭവങ്ങളാണ് വരണത്. പക്ഷേ ഇവർക്ക് കുലുക്കില്ല. സാരമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ക്രൂഡ് ഓയിലല്ല ഈ സംഭവം, ഇത് ഏവിയേഷൻ ഓയിലാണ്. ഇത് ക്രൂഡ് ഓയിലല്ല. ക്രൂഡ് ഓയിലാണെങ്കിൽ അയ്യോ എൻ്റെ എന്ന് പറഞ്ഞ് നെഞ്ചത്തെറി നിലവിളിച്ച് സീനാക്കി കളയത്. അത് ക്രൂഡ് ഓയിൽ എന്ന് പറയും. അതിനകത്ത് ഭയത്തിന് ഇടമുണ്ട്. യഥാർത്ഥ സ്നേഹത്തിട്ട് വേണം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:18. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. എൻ്റെ മക്കളെ, ഇതാണൊരു പ്രോബ്ലം. എന്നിട്ട് എന്താണ് 1 യോഹന്നാൻ 4:18 എന്താ പറയണത്? എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. എന്നിട്ട് വചനം വ്യക്തത കൊടുക്കണം. കണ്ട പൂർണ്ണമായ സ്നേഹം പറഞ്ഞേ. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ദൂരീകരിക്കുന്നു. അപ്പോഴേ എപ്പോഴാണ് ഈ ഭയം കുറഞ്ഞ് വരണത്? പൂർണ്ണമായ സ്നേഹമെന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട്. എന്താണ്? ദൈവത്തെ നമുക്ക് ഭാഗികമായി സ്നേഹിക്കാം, അതേസമയം അതുപോലെ ദൈവത്തെ സ്നേഹിക്കാം, അതുപോലെ അമ്മനെ സ്നേഹിക്കാം, അപ്പനെ സ്നേഹിക്കാം. ഷെയ്ഡ് ലവ് ഉണ്ടാവും. ഷെയ്ഡ് ലവ് ദൈവത്തിന് അറിയാം ഇത് കാപട്യമുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് കാപട്യമെന്നാണ് പറഞ്ഞത്. ഭയമെന്ന് പറഞ്ഞതിന് പകരം കാപട്യമെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വചനം ഉണ്ടാകാൻ ചോദിച്ചതിൻ്റെ കാരണം അതാണ്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയത്തിന് ഇടമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ കാപട്യമുണ്ടെന്ന് അർത്ഥം. ഇറ്റ് ഈസ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വന്നാൽ ദൈവത്തിന് 1-ാം സ്ഥാനം. ഞാൻ ഇന്നലെ എൻ്റെ ഈ പട്ടത്തിൻ്റെ 23-ാം തീയതി ഇന്നലെ പട്ടത്തിൻ്റെ 39ാമത്തെ വർഷത്തിലേക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ദൈവം കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനം ആർക്കാണ്? ആർക്കുമില്ല. അവിടെ ബ്ലാങ്കാണ്. തേർഡ് സ്ഥാനം ആർക്കാണ്? ആർക്കുമില്ല, ബ്ലാങ്കാണ്. ഞാൻ 16 വരെ എണ്ണിയിട്ട് ആർക്കുമില്ല. നിങ്ങളെത്ര എണ്ണണ്ട കേട്ടാ, ഭർത്താവ് ചിലപ്പോൾ പടരുകിരിക്കും. അതെന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ട്, അതായത് നമ്മൾക്ക് ഈ ഭക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ ദിവസങ്ങളുണ്ടാവും. അത് അവരത് ഇത്തിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടോ നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വാസം കൊണ്ടോ നമുക്കോ ദൈവത്തിനോ ഒരു പ്രയോജനമില്ല. ആൻഡ് ഇറ്റ് ഈസ് എ വേസ്റ്റ്. ഇതൊരു വേസ്റ്റാണ്. പ്രാർത്ഥന ഒരു വേസ്റ്റാണ്, വിശ്വാസം ഒരു വേസ്റ്റാണ് എന്ന് തോന്നണ കുറേ സീറോ ഹവേഴ്സ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ടാവും. എന്തോന്നിനാണ് പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിച്ചിട്ട് എന്നാ ഉണ്ടാക്കി, എന്താ ഉണ്ടായി, എന്ത് കാര്യം? അങ്ങനെ നമുക്ക് തന്നെ തോന്നും. ആരോടും പറയത്തില്ല. നമ്മൾ പുറത്ത് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകും. അത് കാരണം നമ്മൾ പറയത്തില്ല. പക്ഷെ നമുക്ക് തോന്നുന്നു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഗതി പിടിക്കണില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ഗതി പിടിക്കണില്ല. ഇതാണ് 0 അവർ എന്ന് പറഞ്ഞത്. ഈ 0 അവറിൽ അതായത് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല, വിശ്വസിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല, എന്തോന്നതിനാണ് ഇതൊക്കെ ചെയ്യണത്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമില്ലേ? ഞാൻ ചില സമയത്ത് ആൾക്കാരോട് ചോദിക്കുകയും, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടനെ മൊബൈൽ കളിക്കുമെന്ന് പറയും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലെന്ന് വിചാരിച്ചോ, നമ്മുടെ തീപ്പെട്ടിക്കാരാണെന്ന് വിചാരിച്ചോ,
ഇപ്പോൾ മൊബൈൽ തെളിക്കണമെങ്കിൽ നമ്മൾ മൊബൈൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണത്തില്ലല്ലോ. അത് പല സ്ഥലത്ത് വെക്കും നമ്മൾ. ഇത് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവമേ മൊബൈൽ എവിടെയാണ് വെച്ചത്. ഞാനിപ്പോൾ കൊച്ചച്ഛൻ്റെ മൊബൈലെടുത്ത് കപ്പേറിന് കൊടുത്തു. കൊച്ചൻ മൊബൈൽ അവിടെ അങ്ങോട്ട് വെച്ചുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൊബൈൽ വെക്കണ സ്ഥലം നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾക്ക് കറണ്ട് വന്നാൽ ഈ മൊബൈലിൽ ലൈറ്റ് തെളിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് നിന്നുകൊണ്ട് എവിടെയാണ് മൊബൈൽ വെച്ചത്, എവിടെ കട്ടിൻ്റെ അടിയിലാണോ, കറണ്ട് തലയുടെ അടിയിലാണോ വെക്കണത്, അലമാരുടെ മുകളിലാണ്, എവിടെയാണ് മേശപ്പുറത്തായിരിക്കുക, എവിടെ ഒക്കെ കൺഫ്യൂഷനായിപ്പോയി. ഈ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ. നിങ്ങൾ വീട്ടിലാണെങ്കിൽ പക്ക പവർ കട്ട്, തരിമ്പ് വെളിച്ചമില്ല, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ മൊബൈൽ ഇരിക്കണത് കട്ടിലല്ല മേശപ്പുറത്താണെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ പല സ്ഥലത്താണ് ഇരിക്കണത്. മേശപ്പുറമുണ്ട്, കട്ടിലുണ്ട്, ഇനി അടുക്കളയിൽ തന്നെ നിങ്ങൾ മൊബൈൽ വെക്കണം, നാഴിയുണ്ട്, എവിടെയൊക്കെയാണ്. നിങ്ങൾ ഇരുട്ടത്ത് ഒന്ന് മൂച്ചയുടെ ചിന്തിച്ച് നോക്കിയേ. അത് തന്നെ കട്ടിലേ പോയി ഇരുട്ടിൽ തപ്പി കട്ടിലേ പോയി, അവിടെ ഇല്ല. തപ്പി നോക്കി അവിടെ ഇല്ല. പിന്നെ തപ്പി വന്ന് നമ്മൾ മേശപ്പുറം വന്ന് വലിപ്പി നോക്കി, അവിടെ തപ്പി ആരില്ല. അന്ധൻ്റെ യാത്രയല്ലേ. പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന് നായിടം നോക്കി, ദൈവമേ എവിടെയെന്ന് ചേർന്നു. അപ്പോഴീ ഈ യാത്ര അവസാനം നിങ്ങൾ മൊബൈൽ കണ്ടെത്തണമെന്ന് കറണ്ട് വരും, അത് വേറെ വിഷയം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ മൊബൈൽ വെക്കുന്ന സ്ഥലം വേണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം നിങ്ങളുടെ യാത്രയിൽ, ഈ വീട്ടിൽ നിങ്ങൾ നടന്ന യാത്രയിൽ, വിശ്വാസ യാത്രയെന്ന് പറയണത് വെളിച്ചം ഉണ്ടായപ്പോൾ നടന്നതല്ല, വെളിച്ചമില്ലാഞ്ഞപ്പോൾ നടന്നതാണ്. ഇല്ലാത്തപ്പോൾ, കുടുംബത്തിൽ വെളിച്ചമില്ലാത്തപ്പോൾ വെളിച്ചമുള്ളതുപോലെ നടന്നില്ലേ? ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചം മൊത്തം പോവും. അധികം പെട്ടെന്ന് ഇപ്പം ഞാൻ ഹൈ റേഞ്ചിൽ ധ്യാനിപ്പിച്ചപ്പോൾ ചുമ്മാ ഒരു വീട്ടിലാണ് കുർബാന ചൊല്ലിയത്, ഡക്ലസിൻ്റെ. അപ്പോൾ വീട്ടിൽ കുർബാന ചൊല്ലിയപ്പോൾ ശബ്ദം പറയല. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുർബാന ചൊല്ലുകയാണ് അവിടെ. മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഇരുന്ന് കുർബാന ചെല്ലുന്നതിനിടക്ക് ഒരു 4-5 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഡക്ലസ് വന്നപ്പോൾ ചോദിച്ചു, ഡക്ലസ് അവിടെ ഇരിപ്പുണ്ട്. കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഡക്ലസ് എന്താ എപ്പോഴും കറണ്ട് പോകണില്ല? അപ്പോൾ എന്നോട് രച്ച, ഇത് നിങ്ങളുടെ തീരദേശമല്ല, ഹൈ റേഞ്ചാണ്. ഒരു പോസ്റ്റ് താഴെ ഉണ്ടെങ്കിൽ വേറെ ഒരു പോസ്റ്റ് മുകളിലാണ് കിടക്കുന്നത്, അതിൻ്റെ അടുത്ത പോസ്റ്റ് വേറെ സ്ഥലത്ത് വേറെ ലെവലിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10,000 മരങ്ങൾ വളർന്നിട്ടുണ്ടാകും. കാറ്റാണെങ്കിൽ എവിടുന്ന് വരും, എങ്ങോട്ട് പോകുമെന്ന് കർത്താവ് പറഞ്ഞ പോലെയുള്ള കാറ്റാണ്. എപ്പോഴും മരത്തെ മുട്ടിയും ടച്ച് വെട്ടാതെയും അവിടെയൊക്കെ കയറി വെട്ടാൻ തന്നെ പാടാ. അത്രയും കഷ്ടമാണ്. ഇങ്ങനെ എപ്പോഴും കറണ്ട് ഇങ്ങനെ മുട്ടി പോകും. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഹൈ റേഞ്ച് പോലെ ഇരിക്കും. പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ കറണ്ട് പോകും. ജപ്തി നടപടി വന്നു കഴിയുമ്പോഴുണ്ടാകും മരുമകൻ വെള്ളമടിച്ച് അടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി, മകൾ അവനുമായിട്ട് കോർത്ത് അവൾ ചോരയും മാറ്റി അവനെ ഉപേക്ഷിച്ച് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും. ഇന്നലെയാണ് ജപ്തി നടപടി വന്നത്, ഇന്നലെ കെട്ടിച്ചു വിട്ടപ്പോൾ ആൾ വീട്ടിൽ വന്നത്. അപ്പോൾ പടുപടാന്ന് ഇങ്ങനെ ഇടിവെട്ടും മിന്നലും ഒക്കെ ഉള്ള കാരണം കറണ്ട് പോയി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും, കർത്താവേ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഭർത്താവ് തന്നെ വിളിക്കുന്നത്, നീ ദൈവത്തെ തന്നെയാണ് വിളിക്കണത് പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആകപ്പാട് ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളാണ്. നമ്മുടെ പ്രാർത്ഥനയെ ഉപജീവിച്ച് ജീവിക്കണ ജീവിതങ്ങളാണ് മക്കളുടെ. അമ്മ പ്രാർത്ഥിക്കും എന്ന് ഭാര്യ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് പറയും, മക്കളും പറയും. പക്ഷേ ഇപ്പം അവർക്ക് വിശ്വാസം പോലും പോയി, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പണ്ട് ഞാൻ വള്ളക്കാരുടെ പ്രാർത്ഥന നടത്തുമ്പോൾ, ഇപ്പം വള്ളക്കാരുടെ പ്രാർത്ഥന ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് കുറവാണ്. പണ്ട് അവർക്കൊരു ദിവസം കൊടുക്കുമായിരുന്നു. അപ്പോഴേ ചില വള്ളക്കാർക്ക് പണി കിട്ടത്തില്ല, കുറച്ച് പേർക്കെങ്കിലും പണി കിട്ടാതെ വരും. അപ്പോഴുണ്ട് 2 പ്രാവശ്യം ആ വള്ളത്തിന് പണി കിട്ടിയില്ലെങ്കിൽ ഒരു സമയത്ത് വള്ളത്തിലുള്ള എല്ലാ ആൾക്കാരും വണ്ടി കയറി എൻ്റെ അടുത്ത് വരും. ഞങ്ങളൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ് അച്ഛാന്ന് പറയും. ഞാൻ പറഞ്ഞു, എന്താണ്? ഞങ്ങൾ ഇന്ന ആളെയാണ് വള്ളത്തിൻ്റെ ഇവിടെ ഉള്ള കാര്യം തിരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വിട്ടത്. അയാളിവിടെ വരുന്നുണ്ടായില്ലേ?
അത് ഞങ്ങൾ കൊടുക്കണ കാശിന് നിറച്ചിടാതെ അയാൾ വെള്ളം ഒടിച്ച് വല്ല കലാപരിപാടിക്ക് പോയിരിക്കുകയാണ്. അതാണ് അവരൊന്ന് കാര്യം അറിയാണ്, അച്ഛൻ യേശോ എന്ന് പറയുന്നത്. അത് അവരുടെ വിശ്വാസം കുറഞ്ഞ്, അതാണ് അതിൻ്റെ കാര്യം. ഇതുപോലെ നിങ്ങൾ കുടുംബത്തിൽ 1 by 1 ആയിട്ട് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വരെ ഇത്രയും നാൾ നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നവർക്കും പോലും ഒരു ചഞ്ചല പേടി. നീ പ്രാർത്ഥിക്കുക തന്നെയാണ്, അതെങ്ങനെയാണ് അവിടെ എപ്പോഴും മരുമകളുടെ കടുത്തേക്ക് അറിയുകയില്ലേ? അതാണ് ഭർത്താവ് പറയണത്. അപ്പം നീ പ്രാർത്ഥിക്കാൻ തന്നെയാണ് കൃപാസനത്തിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് തന്നെ പറയും, അവളെങ്ങനെയാണ്, അവളെ ഉടമ്പടിയും എടുക്കും, മരുമകളുടെ കടുത്തേക്കിലും കയറും, പിന്നെ എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നമ്മൾക്ക് ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗ്രിപ്പ് പോകുമ്പോൾ നമുക്കറിയാമല്ല, ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന മറ്റ് പല സ്ഥലത്ത് നടന്നു പോരും. അതാണ് കുഴപ്പം. ഇപ്പം ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കണം, സ്റ്റിക്ക് ചെയ്തിരിക്കണം, ഒരു അടികേഴ്സി പശ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യിക്കുകയും ഓരോരുത്തർ കയറി പിള്ളേരെങ്ങാനും പറിച്ച നമ്മുടെ കയ്യിരിക്കണ അരയിരിക്കണ കൊച്ച് കർത്താവിൻ്റെ പടത്തേട്ട് കയറി പറിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചാൽ മതി, ബാക്കി ഒട്ടിച്ചിരിക്കണ പല സ്ഥലത്തു നിന്ന് താനേ പറഞ്ഞുകൊണ്ട് പോരൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഗ്രിപ്പ് ഒരെണ്ണം വിട്ടാൽ പല സ്ഥലത്തുനിന്നും വിട്ടിരിക്കണം. വിശ്വാസത്തിൻ്റെ ഗ്രിപ്പ് ഒരിടത്ത് വിട്ടാൽ പലയിടത്ത് വിടും. ഈ ഇരുട്ടിൻ്റെ കാലം നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം, കർത്താവേ, എന്തെല്ലാം വിഷയമുണ്ടായാലും ശരി, ഞാൻ നിന്നെ പിരിയത്തില്ല, നീ വേണം എന്നെ എങ്ങനെയും പരീക്ഷിച്ചോ. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെപ്പോലെ പറയണം, കർത്താവേ, സങ്കടം കൊണ്ടും കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത്, പക്ഷേ അവസാനം വരെ നീ മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ, വിശ്വാസത്തിലെ ചില സമയത്ത് ഈ ക്രൂഡ് ഓയിൽ പോലെ അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാകും. സ്നേഹത്തിലെ ക്രൂഡ് ഓയിൽ പോലെ കാപട്യവും ഉണ്ടാകും. ദൈവത്തിൻ്റെ പണി എന്താണ്? ഇത് റിഫൈൻ ചെയ്യുകയാണ് ചെയ്യണത്. വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യണത്. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ദൈവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഏക്കത്തില്ല, പ്രൂഫ് ചെയ്യാൻ പറയും. അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥനയും ഡാമേജായി പോണത്. നിങ്ങളിപ്പോൾ ഒരു 100 പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ചോ, 99 ഡാമേജാണ്. ഡാമേജ് അവസ്ഥ അറിയാമല്ലോ. ദൈവത്തിൻ്റെ പണ്ട് പോലെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, ഈ ഊനമറ്റ കുഞ്ഞാടിനെ സ്വീകരിക്കത്തുള്ളൂ, കൊമ്പൊടിയരുത്, കണ്ണ് കോങ്കണ്ണാകരുത്, ചട്ടക്കാലുണ്ടാകരുത്. ഊനമറ്റ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലേവ്യ 16:8. ലേവ്യർ 22:21 മുതലുള്ള തിരുവചനങ്ങൾ. ലേവ്യർ 22:21. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതൊന്നിട്ട് വായിച്ചേ. ലേവ്യർ 22:21.
ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയായാലും ശരി, അതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടാവരുത്. വിശ്വാസമായാലും ശരി, അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതാണ് 9:24 മർക്കോസിൻ്റെ. ഒന്നിനു വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 9:24. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. 23 വായിച്ചേ. 9:23. യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പിശാച് ബാധിച്ച ഒരു മകൻ്റെ അപ്പനാണ് ഈ വിഷമം. ആ പിശാച് ബാധിച്ച മകനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരണതാണ്. അപ്പോസ്തലന്മാരടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല, സുഖപ്പെടുത്താൻ ഒത്തില്ല. അവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമോ? ആ ചോദ്യമാണ്. ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. ഈശോ ചോദിക്കണൊരു ചോദ്യമുണ്ട്. എന്താണ്? എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അയാൾ പറയും, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഞാൻ കാറ്റഗിസമൊന്നും പഠിച്ചിട്ടില്ല, ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, ഞാനിത് എൻ്റെ പുറത്തുള്ള ആളാണ്. പക്ഷെ എന്നൊക്കെ യഹൂദനല്ല അയാൾ യഹൂദനല്ല, അയാൾക്ക് ദൈവവും വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല. പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യത. അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതെന്ത് ചെയ്യണം? എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം. അതായത് അവിശ്വാസം നീ പരിഹരിക്കണം. അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങനെ തരാൻ പറഞ്ഞരുത്. ഇപ്പം 40 രൂപ അല്ലെങ്കിൽ 37 രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ 14 രൂപയുണ്ട്, 1 കിലോ അരി തരാൻ പറഞ്ഞാൽ തരത്തില്ല. അതാണ് വിഷയം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിന് വരുന്നൊരു മിസ്റ്റേക്ക് അതാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്താണ്, അവിശ്വാസം കുറച്ച് കാണും. കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി പണി മേടിച്ചിരിക്കുന്ന ആളാണ്. നമ്മൾ ആ 20 മുതലൊന്ന് വായിച്ചേ. 9:20 മുതൽ മർക്കോസിന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരു 9:16 തൊട്ട് വായിക്കുക. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഇയാളുടെ ഈ പിശാച് ബാധൻ അപസ്മാര രോഗിയാണ്. നരമ്പതൊക്കെ ചാടിക്കണ ജന്യ അസുഖം, ഫിക്സൊക്കെ വരുന്ന ആളാണ്. അപ്പം ആ കാലങ്ങളിൽ ജന്യെ ഇതുപോലെ തന്നെ ഈ അപസ്മാരത്തേക്ക് അതിനും പിശാച് ബാധയുടെ ചേഷ്ട കാണിക്കുന്ന കാരണം
ചിലർ പിശാചുബാധയാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർക്ക് കാണിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇയാൾ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത്. കാര്യം അപ്പോസ്തലന്മാരുടെ മാത്രമല്ല ഈ കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ട് പോയിട്ടുണ്ട് അയാൾ. അതാണ് പ്രശ്നം. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി മേടിച്ചിരിക്കുന്ന കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട്, പല നൊവേന നടത്തിയിട്ടുണ്ട്, പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, സംഭവം നടന്നിട്ടില്ല. അപ്പം നടന്ന് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണം. അയാൾ ചില്ലറപ്പുള്ളിയല്ല. ശരിക്കും പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും PR വേണ്ടിയും IELTS വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഇടങ്ങളിൽ പോയി കണ്ട് കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് ക്രിസ്തു ഇവനോട് ചോദിക്കണത്, ഇത്രയും ഓടി തളർന്നതല്ലേ, പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ, അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ, മനസ്സിടറിയതല്ലേ, നിരാശ വന്നതല്ലേ, പരാജയം തോന്നിയതല്ലേ, ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും, എന്താണ്, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ്. അത് തുറന്ന് പറയണം ആ മനുഷ്യൻ. കൈയിട്ടിച്ച് കർത്താവിനെ അവിശ്വാസം ഒന്നല്ല, അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല. അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരടയാളം അവർ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം. പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യണം അവർ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച, എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ട് അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്കുകൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക്. എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് ഓഫ് യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഇരിക്കും. അതിനെല്ലാം 2 ചെമ്പരത്തി പൂ എടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളൂ, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്.
അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. പറഞ്ഞ് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഒരു അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വരുത്തി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ? അവരുടെ പേരെന്നാ? മിനി ജോസഫ്. മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂർ. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, 1 പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആൾ. അറ്റാക്കല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക് ടക്ക്. അപ്പോൾ എന്തൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 4 ഡിസീസും ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ്. ഈ 4 ഡിസീസ് ഉള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷമോ 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയറാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ കുത്തുവെച്ച് കൊടുത്താൽ മതി. ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് അതിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങളെന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഇപ്പോഴേ ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഈ രണ്ടുമാണ് ശരിക്കും വർക്ക് ചെയ്യണത്. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട 2 ഇന്ധനങ്ങളെന്ന് പറയണത്, ഈ 2 ചിറകെന്ന് പറയണത്, ഒന്ന് വിശ്വാസവും ഒന്ന് സ്നേഹവുമാണ്. 2 ചിറകിലാണ് ഉടമ്പടി പോണത്. പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും അതിൻ്റെ അകത്ത്. എന്താ കാര്യം? അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാകും. അതിനകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാവും. അപ്പോൾ ഓരോരോ അസൈൻമെൻറ്റുകൾ, ഓരോ ഗൃഹപാഠങ്ങൾ നമ്മൾക്ക് തന്നിട്ട് നമ്മളതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്ന് നോക്കും. ഇപ്പോൾ മിനി ജോസഫ് അവരെന്നാ റെസ്പോണ്ട് ചെയ്യും? മിനി ജോസഫിന് അസൈൻമെൻറ്റ് 4 ഗൃഹപാഠങ്ങൾ: പാർക്കിൻസൺസ്, സ്പോണ്ടിലോസിസ്, സ്ട്രോക്ക്, പിന്നെ എന്താണ്, ഇയർ ബാലൻസ്. 4 അസൈൻമെൻറ്റാണ് കൊടുത്തേക്കണേ. ഈ 4 അസൈൻമെൻറ്റ് വെച്ചോണ്ട് 4 കാര്യങ്ങൾ വെച്ചോണ്ടാണ് 3 കുഞ്ഞുങ്ങളെ വളർത്തണം അവർ.
3 കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവിന് ജോലിയുണ്ട്, ഇവർക്കും ജോലിയുണ്ട്. ജോലി എന്താണ്? നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തൊഴിലാണ്. നമുക്ക് ഉദ്യോഗസ്ഥരൊന്നുമല്ല അവർ. സാധാരണ അന്നന്ന് വേലയെടുത്താൽ അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴവർക്ക് ജോലി രോഗം കൂടിയപ്പോൾ ജോലിക്ക് അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. അപ്പം ഈ 3 കുഞ്ഞുങ്ങളെയും വെച്ച് 4 രോഗവും വെച്ചുകൊണ്ട് ആണ് അവർ ജീവിതത്തെ അഭിമുഖീകരിക്കണത്. അപ്പോൾ അവർ അമ്മയടുത്ത് വന്ന് അപ്പോഴേ ഇവർക്ക് അവർക്ക് അവർ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു അവസ്ഥയിലാണ് അവിടെ വന്നത്. അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും, അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ? നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ? എനിക്ക് മേലടി, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിലൊരു വിശ്വാസമുണ്ട്. അതാണ് വിഷയം. അത് നിങ്ങൾ കേൾക്കണം. ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം മുതിർന്ന പെൺകുട്ടി ഉൾപ്പെടെ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല. വേദനയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ടാണ്. എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടാൽ കിടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. അപ്പോൾ കൊച്ചു തന്നെ പറയും, നമ്മൾ ഉടമ്പടിക്കാനില്ല വന്നതമ്മ. അപ്പം പറയും, എടി എനിക്ക് പറ്റണില്ല എന്ന് പറയും. പക്ഷേ അത് അല്ല നമ്മളെങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കുക. പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. അതാണ് പ്രശ്നം. അവസ്ഥ അല്ല പ്രശ്നം ഒരാളിൻ്റെ. നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്ക് വിലയൊന്നുമില്ല. നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ? അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതാണ് ധ്യാനത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ അവസ്ഥ കണ്ടല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളെക്കാളും മോശമല്ലേ ഇവരുടെയൊക്കെ അവസ്ഥ? അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷെ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട്. ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിനും വിശ്വാസമുണ്ട്. അത് കാരണം നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാണില്ല. അപ്പോൾ നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തിൽ ശരീരവേദന, ഇരിക്കാനും പാടില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥന ആവശ്യമാണ്. ഉടനെ ഇവർ പ്രാർത്ഥന ആവശ്യം പറയും. എൻ്റെ രോഗം പാർക്കിൻസൺസ്. അത് എഴുതാൻ പറ്റത്തില്ല, കുത്തിവരക്കാനേ പറ്റത്തുള്ളൂ, കാര്യം കൈവറക്കുകയല്ലേ. പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവരുടെ ചെവിയിലൊരു രഹസ്യം പറയും. ഭവനം എഴുതുക. അപ്പോൾ ഇവിടെ പറയും, എൻ്റെ ഈശോയെ, ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ ആരുമില്ല, നീ കാശ് തന്നാൽ പോലും വെക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്നു. കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ. ഇവൾക്ക് കിടപ്പായി പോയില്ലേ, ഇവള് ഉള്ളതും ഇല്ലാത്ത ഒരു ഇരിക്കണം. അപ്പം നമുക്ക് പൈസ ഇപ്പം ലൈഫ് മിഷനിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല. വീടാണെങ്കിൽ പൊട്ടിപ്പൊളന്നിരിക്കുക. ആ പാവപ്പെട്ടവളുടെ രോഗത്തിൻ്റെ ആധിക്യം കാരണം ഭവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി. അപ്പം കർത്താവ് ഓർപ്പിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, ഓർത്തേക്കണം. നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ച് കസു കിടലി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, എന്നിട്ട് ഇവർ അവസാനം 5ാമത്തെ നിയോഗമായിട്ട് ഭവനം ഒന്ന് എഴുതും. അപ്പോഴെന്നിട്ടും പറയും, കർത്താവെ, നീ വെച്ച് തന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനും ഇത് കൊണ്ടുവരാനും നോക്കി നടത്താനും സൂപ്പർവൈസ് ചെയ്യാനും ഒന്നും ആളില്ല. പക്ഷെ നീ എനിക്ക് വീട് വെച്ച് തന്നാലേ വീടുള്ളെന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഭവനമൊന്നും എഴുതും. പക്ഷേ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ ഓക്കെയാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 2 മാസത്തിനോ 1 മാസത്തിനോ ഉള്ളിൽ ഒരു ഏജൻസി
ഇവർക്ക് ഭവനം വെച്ച് കൊടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മേലാത്ത കാരണം ഇങ്ങനെ ഒരു വീട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നാളെ വെഞ്ചിരിപ്പാണ്. താക്കോല് മാതാവിനെ കാണിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാ, ഉടമ്പടി പറക്കല്ലേ, ഇങ്ങനെ 2 ചിറകും വെച്ച് പറക്കുകയാണ്. അല്ല, ഇവർ പറപ്പിക്കണം ഉടമ്പടിയെ നമ്മൾ പറപ്പിക്കണം. അതാണ് സംഭവിക്കുന്നത്. അതിന് ഒരു സ്നേഹമുണ്ട്, ഒരു ചിറക് വിശ്വാസമുണ്ട്. ഇത് നല്ല ശരിക്ക് വീശി അടിക്കാൻ പറ്റിയ ദൈവം പിന്നെ ഈ വിഷയം ഏറ്റെടുക്കും. വിമാനത്തിന് നമുക്കറിയാമല്ലോ, വിമാനം ഇങ്ങനെ റൺവേയിൽ കൂടി പോകുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ തെക്കോട്ട് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങെ പിടിച്ച വിമാനം തിരിയത്തില്ലല്ലോ. അതിനെ പുറകിൽ കൊണ്ടുവന്ന് വേറൊരു യന്ത്രം കെട്ടിയിട്ട് ഇതിനെ വലിച്ച് ബാക്കിലൂടെ തിരിക്കുകയാണ് ചെയ്യണത് സാധാരണ. അന്ന് പറഞ്ഞ പോരാ. പക്ഷെ ആ വിമാനം പൊക്കണത് ആരാണ്? അതിൻ്റെ സ്പീഡാണ് പൊങ്ങണത്. ഇപ്പം നമ്മുടെ വിമാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ 200 കാണിക്കും. നമ്മുടെ ചെയറിൻ്റെ മുകളിൽ അവിടെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ടല്ലോ, ഫ്രണ്ടിൽ ചെയറിൻ്റെ ബാക്കിൽ അവിടെ കമ്പ്യൂട്ടർ. ഇപ്പോൾ 200, അപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ 300, റൺവേയിൽ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് 750 കിലോമീറ്റർ സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ ഈ ചിറകിലേക്ക് വന്ന് ഈ വിമാനത്തിൻ്റെ ഈ കാറ്റ് മുഴുവൻ വന്ന് അടിച്ചിട്ട് ചിറകിലേക്ക് ഇങ്ങനെ ഈ സാധനം പൊങ്ങും. എത്രയോ മനുഷ്യരെ എടുത്തുകൊണ്ടാണ് വിമാനം പൊങ്ങണത്. സ്പീഡ് കൊണ്ടാണ്. ചിറകിൽ കാറ്റ് വന്നടിക്കുമ്പോഴുള്ള സ്പീഡാണ്. ഇതുപോലെ നിങ്ങളുടെ ചിറകിൽ കാറ്റ് വന്നടിച്ച് നിങ്ങളെ പൊക്കണം. അതിനുള്ള തീഷ്ണത ഈ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും സ്നേഹപ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം. ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഉടമ്പടിയിലെ ദൈവസ്നേഹവും വിശ്വാസ പ്രവർത്തനവും വർദ്ധമാനമാകുവാൻ കലർപ്പില്ലാത്തതാകുവാൻ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ഈശ്വരാധന. അതെന്തെന്ന് ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. ഇതിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ വിജയം ഇതാണ്. ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. അങ്ങനെ അറിയാൻ ഇടയായ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പോൾ പല ആൾക്കാരുടെ ഉടമ്പടിയുടെ ഉടക്കി കിടക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് വന്നും തൽക്കാലം വല്ല അടയാളം കണ്ടാൽ മാത്രമേ വല്ല രോഗിനെയും പോയി കാണത്തുള്ളെന്നും, പത്രം തന്നെയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോധിക്കണ സമയത്തെ കൊടുക്കത്തുള്ളെന്നും അതൊന്നും തീഷ്ണമായിട്ട് ചെയ്യത്തില്ലെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ സാധനം പൊങ്ങാൻ പറ്റണില്ല, പിന്നെയല്ല പറക്കണത്. വിമാനം പൊങ്ങത്തില്ല, അങ്ങാടി കടന്ന് തിരിച്ചിടാനേ പറ്റത്തുള്ളൂ ഈ സാധനം. ഉടമ്പടി എടുത്തിരിക്കണ പല അണ്ണന്മാർ അങ്ങാടി കടന്ന് ദൈവം തിരിച്ചിടുകയാണ്, അല്ലാതെ പറക്കത്തില്ല ഈ സാധനം. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ദൈവസ്നേഹമില്ല. കർത്താവ് എപ്പോഴും ചോദിക്കണം കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കത്തില്ലേ. ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ കർത്താവിന് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യത്തില്ല. 5000 പേരുണ്ട്, പക്ഷെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. ആ ദൈവത്തിൻ്റെ ഒരു ഇക്കണോമിക്കാണത്. ശരിക്കും ദൈവത്തിന് ചെയ്യാവുന്നേ. ദൈവം ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ചെയ്യാവുന്നതാണെങ്കിലും നമ്മളോട് പറയും നമ്മുടെ ഷെയർ വെക്കാൻ പറയും. അപ്പോൾ അന്ത്രയോസിന് ഈ എക്കണോമിക്സൊക്കെ അറിയാവുന്ന കാരണം അന്ത്രയോസ് പറയും 5 അപ്പം ഉണ്ടെന്ന് പറയും. 5 മതിയാ, 5 ഉണ്ടെന്ന് പറയും. അപ്പോൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറയും. അതല്ല, അപ്പം നമ്മുടെ പ്രശ്നം 5 കൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് ഇവർക്ക് അറിയാം, ഈശോയ്ക്കും അറിയാം.
പക്ഷേ ഈശോയ്ക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആദ്യം കാണിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ഇടപാട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ വള്ളം നിങ്ങൾ 90 വയസ്സ് വരെ തുഴഞ്ഞാലും തിരുനക്കര തന്നെ കിടക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യസന്ധതയുണ്ടോ, ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നതാണോ എന്ന് നോക്കും. ചില ആൾക്കാർ മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുമെന്ന് പറയത്തില്ലേ, മലയാളത്തിലുള്ള പഴഞ്ചൊല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയണതാണ്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിക്കണം. പക്ഷെ അതെന്ത് ചെയ്യും ആൾക്കാർ? ബുദ്ധിമാന്മാരെ കരക്ക് നിൽക്കും. എന്നിട്ട് കൈ പോയിട്ട് മരക്കൈ വെച്ചിരിക്കണമെന്ന് പറയും, നീ കരപ്പിടിക്കാൻ പറയും. നിങ്ങളെക്കൊണ്ട് പല ആൾക്കാർ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുന്നുണ്ട്, മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുകയാണ്. അവൻ കരക്ക് നിൽക്കുകയാണ്, അവൻ വെള്ളത്തിൽ ചവിട്ടത്തില്ല. നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ട് അവനതിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ പുള്ളികളാണ്. അമ്മ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണ്ടേ? ഇല്ല, നീ അവിടെ നിന്ന് പഠിച്ചോ. നിങ്ങളെ മകളുടെ പ്രാർത്ഥനയ്ക്ക് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോഴേ അവൾ ചോദിക്കണ്ട, അമ്മ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ്ടേ? അമ്മ ചെല്ലുമ്പോൾ അല്ല മകളവിടെ ഇരുന്ന് പഠിച്ചോ. ഇതാണ് പ്രശ്നം. അവളെ കൊണ്ട് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന പോലും ചെല്ലിക്കാതെ അവളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചെല്ലാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മാർക്ക് 0 അതേ പ്രശ്നം. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഒന്നാമത്തേൽ ഈ 99% ആൾക്കാർക്കും വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്നെ ഇങ്ങനെ പറയണ, ഞങ്ങൾ പേര് വിശ്വാസം ഇല്ലാതിരാണോ വണ്ടി കാശ് മുടക്കി, ഇല്ലാത്ത കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ? അതൊക്കെ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. വിശ്വാസം വേറൊരു സാധനമാണ് മക്കളെ. വിശ്വാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രാർത്ഥിക്കാനല്ല, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണത്. പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് വിശ്വാസം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ചേടത്തിൻ്റെ കാര്യം, മിനി ജോസഫിൻ്റെ കാര്യം അറിയാമല്ലോ. അവർക്ക് ഇപ്പം കർത്താവ് നല്ല സൗഖ്യം കൊടുത്തവൾ. പക്ഷേ എന്നിട്ടും ആ ലേഡി അവരെ ഈ രോഗങ്ങളെല്ലാം എൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. പക്ഷേ എന്നിട്ട് ഇവൾ കർത്താവിനോട് രാവിലെ പറയും, വെളുപ്പിനെ പ്രത്യക്ഷീണ പ്രാർത്ഥന, കർത്താവേ എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ പോണത്? അപ്പം അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരത്തെ വേണം, ഞങ്ങൾ തിരക്കി പിടിച്ചെടുക്കാം. അപ്പോൾ കർത്താവ് സത്യസന്ധമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരത്തെക്കുറിച്ച് അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച്, എടോ താൻ ഉടമ്പടി എടുത്തൊരു പ്രേക്ഷപ്രവർത്തനം വരാൻ ചെയ്താ? ഇല്ല, ചെയ്യാൻ വേണ്ടി ഞാനൊരു കൂട്ടുകാരൊക്കെയാണ്, ഞാൻ വരാൻ തന്നെ കൂടെ. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഓൾഡ് ഏജ് ഹോം നാട്ടിലുണ്ടോ, എവിടെയാണ് ഓൾഡ് ഏജ് ഹോം ഉള്ളതെന്ന് പറഞ്ഞ് തിരക്ക് നടക്കുകയാണ്. തിരക്ക് നടന്ന അവസാനം അവരൊരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച്. അപ്പോഴാണ് അവരറിയണത് അവിടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യം അറിയണത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് അവരവിടെ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ഒരാളാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ആൾക്കാരാണ്, മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ചേടത്തി ഉണ്ട്, പിള്ളേരുടെ ഇതില്ലേ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്, ഓൾഡ് ഏജ് ഹോമല്ല, ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചാലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അവർ പറയും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ പകൽ വരും, പക്ഷേ രാത്രി കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കാൻ ആരുമില്ലെന്ന് പറയും. ഉടനെ ഈ ചെടുത്ത് പറയും, ഞാൻ കിടന്നോളാമെന്ന് പറയും വന്ന്. അപ്പോൾ പിന്നെ എന്താ രസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പെൺപിള്ളേരാണ് 2 പേര്, അതുങ്ങളെ ഈശോനെ ഏൽപ്പിച്ചിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഇവർ പോരും അവിടുന്ന്. ഇവർ പോന്നിട്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ബുദ്ധി മാന്യമൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നെന്ന് പറഞ്ഞാൽ കിടക്കാമെന്ന് പറ്റത്തില്ല, പിള്ളേരൊക്കെ തൂറി മെഴുകിക്കാണ് അവിടെയൊക്കെ. അത് നിസ്സാര കാര്യമല്ല, ഒറ്റക്ക് പോകത്തില്ല ഈ കാര്യം, ഒറ്റ നടപ്പിനെ പോകത്തില്ല. ആ പെയിൻ മുഴുവൻ അവർ ഏറ്റെടുക്കുകയാണ്. ഇവരിതൊക്കെ ചെയ്യുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ബ്രേക്കാകാൻ കാരണം. പിടിയിടുക, പെട്ടെന്നിങ്ങനെ പുഷ്പിക്കാൻ കാരണം ഇവരിതൊക്കെ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം.
നമ്മളെ തിരുസന്നി വരുമ്പോഴല്ല, അതല്ലേ ഇവളുടെ കയ്യിരിപ്പിതായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് അറിയാകൊണ്ടാണ് ഇവർ എഴുതുമ്പോൾ പറയും മകളെ പവനം 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 എന്ന് പറയും. എന്താ കാര്യം? അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കയ്യിലെന്താ കാര്യം? അവർക്ക് ദൈവസ്നേഹമുണ്ട്. കൈയിടിച്ച് ഇപ്പൊ എന്താണ് ദൈവസ്നേഹം എന്ന് മനസ്സിലായില്ലേ? ത്രിസ് റൗണ്ടിൽ കൂടി ഇവർ നടക്കും. കൃപാസനം 10 തോളെ വെച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഓട്ടോറിക്ഷക്കാരെ കാര്യം തൃശ്ശൂർ സൗണ്ട് 8 മറ്റേ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. ഞാനവിടെ ഒരു കൊല്ലം പഠിച്ചതാണ് സാഹിത്യ അക്കാഡമിയിൽ. അപ്പം ഞാൻ ഈ റൗണ്ടിൽ കൂടി അയ്യന്തോളിൽ പോയി അവിടെ പോയാണ് ഉറങ്ങണത്. അപ്പം തമ്പുരാൻ എൻ്റെ വീട് ഇപ്പം ഗ്രന്ഥശാലയാണ്. അപ്പോൾ അവിടെയാണ് രാത്രി കിടന്ന് അവിടെ പോയി കുർബാന, അവിടെ കട്ടിൽ ഷീറ്റ് വിരിച്ച് കുർബാനയും ചെല്ലും, അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു 2008. അപ്പോൾ ഈ റൗണ്ട് സൗത്തിൽ കൂടി ഞാൻ ജപമാലയും ചൊല്ലിക്കൊണ്ടാണ് പോണത്. സാഹിത്യ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഈ റൗണ്ട് സൗത്തിൽ കൂടി ജപമാല. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണം മുഴുവനും ഈ റൗണ്ട് സൗത്തിലുള്ളത് ഒത്തിരി പേര് കാത്തലിക്സ് ഉണ്ടായി. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ജപമാല, അപ്പം ഞാൻ ലോഹ ഇല്ലാതെ നടക്കുന്നത് അവിടെ കൂടി. കാര്യം സാഹിത്യ അക്കാഡമിയിലെ ചില സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ലോഹ ഇട്ട് നടക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ല അന്ന്. ഇപ്പം ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായെന്ന് തോന്നുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ കൂടി പോകുമ്പോൾ ഈ ജപമാല ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് അയ്യന്തോളിലോട്ട് പോണത്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ കർത്താവ്, ഞാൻ ജപമാല ചൊല്ലണ കാണുമ്പോഴേ ചെറുപ്പക്കാർക്ക് ജപമാല ചെല്ലാൻ തോന്നണം. കുടുംബപ്രാർത്ഥന ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുത്തൻ ജപമാല ചൊല്ലിക്കണം, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ട് കടപൂട്ടി നേരത്തെ അവർ വീട്ടിൽ ചെന്ന് കുടുംബപ്രാർത്ഥന കൂടണം. മക്കളെ, ഇങ്ങനെയാണ് ദൈവത്തിൽ വളരണത്. മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ വയറ്റിപ്പിഴപ്പ് മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ചുമ്മാ വയസ്സായി മരിക്കാമെന്നല്ല ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ അടുത്തൊരു അംഗവും നടക്കത്തില്ല. ദൈവത്തിന് കാപട്ടി പറയാം. ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ദൈവത്തെ ദുർവിനിയോഗിക്കണം എന്നറിയാൻ പറ്റും. പിന്നെ ദൈവം അടുക്കത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെ കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ, സാക്ഷ്യമായി സ്നേഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിങ്ങൾക്കറിയാവോ, പത്രോസിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? യോനയുടെ പുത്രനായ ശിമെയോനെ പറഞ്ഞ് ശിമെയോനെ 21:15 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 21:15 അല്ല 15. എന്താണ്? യോഹന്നായുടെ പുത്രനായ ശിമെയോനെ പറഞ്ഞേ. യോഹന്നാന്റെ പുത്രനായ ശിമെയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ദൈവം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരങ്ങൾ ഡേ ബൈ ഡേ ഇതിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് വരണമെന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളാണ്. ഇപ്പം പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ദൈവം ചോദിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല. അവരെ കൂടി കൂടെ നിൽക്കുന്നവരെ കൂടി ഇതിനകത്ത് കമ്പനി ചേർത്താണ് ചോദിക്കണത്. അപ്പം കമ്പനിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരും വിചാരിക്കണം പത്രോസിൻ്റെ സ്നേഹത്തെ അളക്കാൻ പോണത് ഞങ്ങളുടെ സ്നേഹം വെച്ചാണെന്ന് അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാരും പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലിലേട്ട് വളരണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് എല്ലാവരും എ ഗ്രേഡിലേക്ക് മാറ്റിക്കണ ദൈവം. മനസ്സിലായില്ലേ? അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും നിലവാരമുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തിലേക്ക് ഉയർത്തുകയാണ്. എന്തിനാണ്? ഈ സ്നേഹ നിലവാരത്തിൽ നിന്നാണ് ദൈവം നമ്മളിലെ കൃപയുടെ പ്രവർത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് നമ്മളെ കൃപയിൽ നിറച്ച്
മഹത്വപ്പെടുത്തി ഉയർത്തുന്ന ഒരു പാക്കേജാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ IATS സ്ഥലം വിൽക്കണത് ഒന്നുമല്ല പ്രശ്നം. നിങ്ങൾ ഓർക്കും ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം ഇരിക്കണമെന്ന് ഓർക്കും. അതൊന്നുമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താ? ഇപ്പം കുഞ്ഞുങ്ങൾ പനിയായി കിടക്കുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? കുഞ്ഞ്, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇറച്ചി മേടിക്കണില്ല, കുഞ്ഞിനെ പനി തീരുമ്പോൾ അമ്മ മേടിക്കും. അപ്പം നല്ല കുഞ്ഞിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊതി വീർപ്പിച്ചിട്ട് എത്രയും വേഗം ഹീലാകാൻ വേണ്ടി അമ്മ ഒരുക്കണ ഒരു അമ്മ തന്ത്രമുണ്ട്. ശരിക്കും അത് സ്നേഹമാണ്. ശരിക്കും ഇത് തന്നെയാണ് ദൈവം ചെയ്യണത്. ഈ സ്നേഹതന്ത്രത്തെ നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ദൈവം കൃപയുടെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിന് മേലും ദൈവം നമ്മളെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൂടെ എന്നേക്കുമാക്കാനുള്ള വലിയൊരു സനാതന സ്നേഹമുണ്ട്. അതാണ് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ ഭാഷയെ പെരുമാറാൻ വേണ്ടിയാണ് ജോലി, വീട്, വിവാഹം, അങ്ങനെ പല കാര്യവും പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്താതെ അതൊക്കെ ആർജിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ് ഉദ്ദേശങ്ങളാണ് ഉള്ളത്, അല്ല ഈ കൊച്ചു ഉദ്ദേശങ്ങളല്ല. ചില ആൾക്കാർ ഉടമ്പടിയെ വിമർശിക്കുന്നവരൊക്കെ പറയും, ഇതെന്നാ ഇങ്ങനെ ഓരോ കാര്യം വെച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ്, പത്തിയുടെ കച്ചവടം നടത്തുകയാണ്. അപ്പം അത്തരം വിവരമില്ലാത്തവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യമായി ബൈബിൾ ആധ്യാത്മികതയുടെ ഏറ്റവും കാര്യങ്ങൾ പോയി കിൻഡർഗാർട്ടനിൽ പോയി പഠിച്ചിട്ട് വേണം കൃപാസനത്തോട് സംസാരിക്കാൻ. എന്താ കാര്യം, ഞാനിത് ഈ ശുശ്രൂഷ തുടങ്ങിയത് എൻ്റെ 4 വയസ്സ് തുടങ്ങിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് ഒരു ധ്യാനം കൂട്ടിയിട്ട് വന്ന് ബൈബിൾ എടുത്ത് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല ഇത്. ഞാനൊരു ധ്യാനത്തിലും പോയിട്ടില്ല, ഒരു ധ്യാനം കൂടിയിട്ടില്ല. പക്ഷേ കൂടേണ്ട കാര്യം ഞാൻ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതൊരു ജന്മം കൊണ്ടാണ് കൂടിയിരിക്കണത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് 10,000 ഇവിടെ സുവിശേഷ സാക്ഷ്യം, ലോകത്തിൽ അസ്തമിക്കാത്ത സാക്ഷ്യത്തിന് സൂര്യൻ അസ്തമിക്കാത്ത ഒരിടം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ജന്മമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ഒരുമിച്ച് പാടുക. കൃപാസനത്തിൻ്റെ അമ്മേ, പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മിനി ജോസഫ് എന്നാ ചെയ്യണത്? അവർ ഈ 10 രൂപ കൊടുക്കുമ്പോൾ റൗണ്ട് സൗത്തിലുള്ള എല്ലാവിധ ഓട്ടോക്കാരെടുത്തും ഈ 10 രൂപ കൂടി കൊടുക്കണമെന്നറിയാവോ? ഓരോരുത്തരും കൊടുത്ത് ഉടനെ വെറുതെ കൊടുത്തിട്ടും പോരുകയല്ല. അവർ പറഞ്ഞ് ആശുപത്രി പത്രം കൊടുക്കുമ്പോൾ ഞാൻ നിർത്തി. ഞാൻ എന്താണ് ആശുപത്രി പത്രം കൊടുപ്പോൾ നിർത്തിയെന്നറിയാവോ? ഞാൻ ചെല്ലുമ്പോൾ കൃപാസനം പത്രം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നും പറഞ്ഞ് കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവിടെ വെച്ചേക്കാൻ വേണ്ടി ഉടനെ അവിടുത്തെ വാച്ച്മാൻ പറയും. അങ്ങനെ അവിടെ വെച്ച ഒരു കുന്നുകണക്കിന് കൃപാസനം പത്രം ഓരോ ആശുപത്രിയുടെ പാർലറുകളിൽ സന്ദർശന മുറികളിൽ ഷോ കേസിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന്. അത് കാണുമ്പോൾ സങ്കടം തോന്നണം, ദൈവസ്നേഹമുള്ളവർക്ക് സങ്കടം തോന്നും. ഞാനത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് തൃശ്ശൂർ റൗണ്ട് സൗത്തിൽ വന്നിട്ട് ഓരോ ഓട്ടോറിക്ഷക്കാരെടുത്തും കൊടുക്കും. എന്താണ്, അവർ ഓട്ടോ ഓടുമ്പോൾ വായിച്ചിട്ട് സമയം കിട്ടുമ്പോൾ അവർക്ക് സമയം കിട്ടും, അവർക്ക് വായിച്ചിട്ട് അവർ 10 ഓട്ടോറിക്ഷയിൽ വെക്കും. അപ്പോൾ യാത്രക്കാരൻ വന്ന് അതെടുത്തുകൊണ്ട് പോയിക്കോളും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഈ പത്രം കൊടുത്തിട്ട് പറയും, ഞാൻ പോയി സുഖപ്പെട്ട സ്ഥലമാണത്, മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, നിങ്ങളും പോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കണത്. ശ്രുതികട ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
Praise the Lord. അപ്പം എന്ത് സംഭവിച്ചാൽ മക്കളെ, നമ്മളെ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഉടമ്പടി ശരിക്കും ഹാച്ചാകും. കോഴിമുട്ടയൊക്കെ നമ്മൾ ഹാച്ചാകല്ലേ അല്ലേ? മുട്ടയൊക്കെ പെരുന്നാൻ വെക്കുമ്പോൾ അത് ഹാച്ചാകുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ചൂടൊക്കെ കൊടുത്ത് കൃത്രിമമായിട്ട് ഇൻക്യുബേറ്ററിൽ ചെയ്യണത് സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഹാച്ചാകുന്ന, ഉടമ്പടി ഹാച്ചാകുന്നത് ഇതുപോലെ ലിമിറ്റഡ് ദൈവസംഘത്തിൻ്റെ ചൂട് വേണം. അതിന് വിശ്വാസത്തിൻ്റെ ചൂട് വേണം. വിശ്വാസത്തിൻ്റെ ചൂടുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ളവർ എന്തു ചെയ്യും? അവർ ആശുപത്രി ചെന്നിട്ട് പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വിവരം പറഞ്ഞിട്ട് തെരുവീതികളിൽ അത് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ പോയ സ്ഥലമാണിത്, കർത്താവ് ജീവിക്കുന്ന സ്ഥലമാണിത്, നിങ്ങൾക്കും പ്രയാസപരം പോകണം, നിങ്ങൾ ദൈവം അവിടെ കാത്തിരിപ്പുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇപ്പം മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഉടമ്പടി വളരെ സിമ്പിളാണ്. എന്താ കാര്യം? ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ മതി, ഇത് പെട്ടെന്ന് ഹാച്ചാവും. അതുപോലെ തന്നെ നമ്മൾ സറണ്ടർ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്നേഹമുള്ളവർ സറണ്ടർ ചെയ്യും. ദൈവസ്നേഹമുള്ളവർക്ക് എന്തൊരു അറിയാം? ദൈവസ്നേഹമുള്ളവർക്ക് ദൈവം തന്നെ ഇപ്പം അവരോട് എന്താ പറഞ്ഞത്? ഉടമ്പടി അവർ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ ചെവി പറഞ്ഞ് ഭവനം 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 എഴുതാൻ പറയും. കർത്താവ് ഈശോയ്ക്ക് ഇഷ്ടം അത് ഉടമ്പടിയിലൂടെ കൊടുത്തിട്ട് മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇതിനകത്തുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടുകളാണത്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഈശോ പറഞ്ഞെന്ന് അതിനോട് പറഞ്ഞത് അല്ല, മാതാവ് പറഞ്ഞെന്നല്ല പറഞ്ഞത്. അവരെഴുതി കൊണ്ടിരിക്കുമ്പോൾ പറയും ഭവനം ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം കൊടുക്കാൻ ഈശോ നേരത്തെ തീരുമാനിച്ചു. പക്ഷെ അത് മാതാവ് ത്രൂ കൊടുക്കണമെന്നാണ് ഈശോയുടെ ഒരു പദ്ധതി. അതാണ് കാനായി സംഭവിച്ചത്. അത് തന്നെയാണ്. കാനായിൽ ആ വെള്ളമൊക്കെ വീഞ്ഞാക്കാനൊക്കെ കർത്താവ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ ആദ്യമായിട്ട് കൈനീട്ടം കൊടുക്കണമെങ്കിൽ അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ്. കൈ ഇടിച്ചിട്ട് ഹല്ലേലൂയ. മക്കളെ, ഇതൊരു ഉടമ്പടി ഒരു ദൈവവിളിയാണ്. എന്തിനുള്ള ദൈവവിളിയാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ളൊരു തീരുമാനമാണത്. നിങ്ങൾ ദൈവത്തെ കറയില്ലാതെ അങ്ങോട്ട് സ്നേഹിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടിക്കയറി വസ്തുവിൽക്കാനാണെന്ന് പറയണത്. അപ്പത്തിന് അടി മോന്തൊക്കെ പാഴ്സൽ കിട്ടും. വെറുതെ എന്തിനാണ് വന്ന് പണി മേടിക്കണത്? ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വക്കീലുണ്ടായിരുന്നു. വക്കീലിൻ്റെ പേരെന്നാ റോബിൻസ് തോമസ്, അഡ്വക്കേറ്റാണ്, കോഴിക്കോട്. അപ്പം വക്കീലിൻ്റെ ഒരു സാക്ഷ്യം പറയണ കാര്യം പറയണേ, ഉടമ്പടി ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. അയാൾ പറഞ്ഞ രസം, വക്കീലാണ്, ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. പക്ഷെ എനിക്ക് വിശ്വാസം അത്ര കണ്ട് എല്ലാ കാര്യവും അങ്ങോട്ട് ദഹിക്കണില്ല. അപ്പം വിശ്വാസം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, കുടുംബ പ്രാർത്ഥനയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടും, പകുതി കൂടും, മുക്കാൽ കൂടും, ചിലപ്പോൾ കൂടത്തില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറിപ്പോയി. വക്കീൽ പറഞ്ഞത് നല്ല രസമാണ്. വക്കീലിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവാ? പാവപ്പെട്ടവൻ 19 കൊല്ലം കോടതിയിൽ നല്ല ഹൈ ക്ലാസ് വക്കീലാണ്. പക്ഷേ ഇപ്പോഴേ അങ്ങനെ കോടതിയിൽ ഒരു പുതിയ തസ്തിക വന്ന്, എന്നാ തസ്തിക എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് ഗവൺമെൻറ് പ്ലീഡർ. അസിസ്റ്റൻ്റ് ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ഒരു തസ്തിക. അപ്പോൾ തസ്തിക വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് കോൾ ഫോർ ചെയ്ത്, പുള്ളി ആപ്ലിക്കേഷൻ വെച്ച്. അതൊരു ജോലിയാണല്ലോ, ഗവൺമെൻറ്റിന് ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ കേസ് ഇല്ലെങ്കിലും ഗവൺമെൻറ് കേസ് നമുക്കുണ്ടാവും. നമുക്ക് ഈ ഗവൺമെൻറ് കേസിന് വേണ്ടി അറ്റൻഡ് ചെയ്താൽ മതി. ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഭാഗത്തുനിന്ന് നമ്മൾ സർക്കാരിൻ്റെ ആളായിട്ട് കോടതിയിൽ അറ്റൻഡ് ചെയ്താൽ മതി. ശമ്പളം കിട്ടുന്ന ജോലിയാണത്. അപ്പോൾ ഞാൻ 19 കൊല്ലം ആയല്ലേ ഇത് ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നാളെ ഇങ്ങനെ ശമ്പളമുള്ള ജോലി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങേറി അതിന് ആപ്ലിക്കേഷൻ വെച്ചു. അപ്പോൾ 8 പേരുടെ ആപ്ലിക്കേഷൻ കോടതിക്ക് കിട്ടി. 8 പേരുടെ ആപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ അത് കളക്ടറാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ കളക്ടർ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ടർ അത് മുഴുവനും ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു.
ആപ്ലിക്കേഷനില്ല, ഈ ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ആപ്ലിക്കേഷൻസ് 8 ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു. ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിനുശേഷം അത് പാസ്സായി വന്നപ്പോൾ ഇങ്ങയുടെ പേരൊഴിച്ച് ബാക്കി ഇങ്ങയുടെ പേര് പോയി. വേറെ 1-2 പേരുടെ പേര് പോയിട്ടുണ്ട്. 2-3 പേർക്കേ അത് കിട്ടിയുള്ളൂ. പക്ഷേ ഇയാൾ നോക്കി, ഇയാൾക്ക് സീനിയോറിറ്റി ഉണ്ട്, ഇന്ന് വരെ ലീഗൽ സ്യൂട്ട്സ് ഒന്നും ഇല്ല ഇയാൾക്കെതിരെ. അപ്പോൾ ഇയാൾക്കൊരു സങ്കടമാവും, എനിക്ക് കിട്ടേണ്ട ജോലിയാണല്ലോ. അപ്പോൾ ഇയാൾ അമ്മയോട് പറയും. അപ്പോൾ ഇയാൾ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് പറയും, അപ്പോൾ ഇത് പോയില്ല. അപ്പോൾ അമ്മയോട് പറയും, അമ്മ ഇത് എനിക്ക് കിട്ടേണ്ടതാണിത്. ഉടമ്പടി എടുത്ത് ഈ കാശുരൂപമായിട്ട് ഈ മനുഷ്യൻ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് എല്ലാം ശ്രദ്ധിച്ചിരുന്നത്, ഈ അഡ്വക്കേറ്റുകാരും ഡോക്ടർമാരും എൻജിനീയേഴ്സും ഒക്കെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ചില ആൾക്കാർ അവർക്ക് കൂടുതലുള്ള കാരണം ഉടമ്പടി ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കണ്ടൻസുകളുണ്ട് അതിൻ്റെ അകത്ത്. ചില ചേച്ചിമാരത് ധ്യാനപ്രസംഗം പോലെ കൂടണം, അതുകൊണ്ടാണ് അവർക്കൊന്ന് കിണിയാമണി അറിയാൻ പാടില്ലാതെ വരുന്നതിൻ്റെ കാര്യത. ചിലർ എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിട്ടേൺസ് ഉണ്ട്, വളവിട്ട വരുമാനം ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ വളവിടാൻ ശാസ്ത്രീയമായിട്ട് അവർ വളവിടും അതിൻ്റെ അകത്ത്. അപ്പോൾ വക്കീൽ നോക്കുമ്പോൾ ഇത് കാര്യം കറക്റ്റ് സംഭവം, ഈ പറഞ്ഞ ഉടമ്പടി പറയുന്ന സംഭവം ടെക്നിക്കലായിട്ട് ഓക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യണതാണ്. എനിക്കാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ സർവീസ് കേസൊന്നും ഇല്ല, പിന്നെ ആവശ്യത്തിന് സീനിയോറിറ്റി ഉണ്ട്, പിന്നെ കിട്ടാതിരിക്കാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അമ്മയോടെ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പുള്ളിക്കാരെ ഈ കാശ് രൂപ വാങ്ങിച്ചുകൊണ്ട് പോകും. ഉടമ്പടി എടുത്ത് കാശും കൊണ്ട് പുള്ളി വീണ്ടും ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. അങ്ങനെ ചെല്ലാൻ പാടില്ല. ഉടമ്പടി എടുക്കുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ദൈവം പുതിയ എന്തൂസിയാസം കൊടുക്കുമല്ലോ. ഈ കാശുരൂപം പിടിച്ച് ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രമാണം ചെല്ല് ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. സാറേ, ഞാനിങ്ങനെ ലീഗൽ ഗവൺമെൻറ് പ്ലീഡറിന് ആപ്ലിക്കേഷൻ വെച്ചായിരുന്നു, റിജക്റ്റായി. സാർ അതൊന്ന് ആപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ ജഡ്ജി, ഞാനിപ്പോൾ കോടതി കേസ് കണ്ടുപോകണം, ഈ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത കേസുള്ള കാരണം നമുക്കറിയാം പല ജഡ്ജിമാരും പല മൂടാണ്. ചില ജഡ്ജിമാർ അവിടെ നിന്നിട്ട് സംസാരിച്ചാൽ തന്നെ എല്ലാത്തിനും കയറ്റി അവിടെ അടിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ചില ജഡ്ജിമാർ അല്പം മൊബൈലൊക്കെ വിളിക്കില്ല ചില പ്രതികൾ അവിടെ നിന്ന് വെച്ചു. ചിലർ ജഡ്ജിമാർ സംസാരിക്കുമ്പോൾ തന്നെ അപ്പോഴത്തേന് പോലീസ് വന്ന് 500 നമ്മൾ ചാർജ് ചെയ്യും, പിന്നെ കാശും പോവും ആളും പോവും. അങ്ങനെ പല കോടതി ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ജഡ്ജിമാർക്ക് മൂഡൗട്ടാണെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ജഡ്ജിയോട് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഒന്ന് ചിരിച്ച്, എന്താ കാര്യം ചെയ്യാൻ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പോയത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടെങ്കിൽ അത് മോശയുടെ വടി പോലെയായിരിക്കും. മോശയ്ക്ക് ദൈവം കൊടുത്ത വടിയാണ്. അത് വെച്ച് ചെങ്കടലിൻ്റെ മേലെ ദൈവനാമത്തിൽ വീശുമ്പോൾ കടൽ പിളർക്കും. അല്ല, നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയാൽ പോണ കേസല്ലത്, ദൈവം തന്നെ പിളർത്തും. നിന്നോട് കടലിൻ്റെ മീതെ കൈ കാണിക്കാനേ പറഞ്ഞിട്ടുള്ളെന്ന് പറയും. അപ്പോൾ അതുപോലെ ഉടമ്പടിയിൽ മാതാവാണ് നിങ്ങളുടെ കൂടെ വരണത്. വക്കീലിൻ്റെ കാര്യം മനസ്സിലായി. ഉടമ്പടി വെള്ള ഉടമ്പടി സിൽവർ ഗ്രേ ആണെന്ന് പറഞ്ഞ ചില മൊണ്ണകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിലൂടെ മാതാവാണ് കൂടെ വരണമെന്നും അതെങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്നും വക്കീല് കാര്യം മനസ്സിലായി. വക്കീൽ മാതാവിനെയും കൊണ്ട് ഇരുന്നപ്പോൾ തന്നെ ജഡ്ജി ചിരിച്ചും പറഞ്ഞ്, ശരി, നിങ്ങൾ ബാർ അസോസിയേഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, വക്കീലുമാരുടെ സംഘടനയില്ലേ, സ്വഭാവ സർട്ടിഫിക്കറ്റ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്ന് പിന്നെ നിങ്ങളുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് സക്സസ് ക്ലർക്കിന് കൊടുത്ത് അത് എന്നിട്ട് റിമൈൻഡ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം ഈ മനുഷ്യൻ വീണ്ടും മാതാവിൻ്റെ ഉടമ്പടി കാശുരം വെച്ച് ജഡ്ജിൻ്റെ ചേംബർ ചെല്ലുമ്പോൾ ജഡ്ജി പറയും, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ നിന്ന് റിസൾട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഗവൺമെൻറ് പീരീഡ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം വക്കീലിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വക്കീൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. വക്കീൽ പറയണത്, അമ്മേ,
എൻ്റെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി, റിജക്റ്റഡായി. അതാണ് വിഷയം. എനിക്കിനി മെറിറ്റില്ല. അതാണ് ഉടമ്പടി ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കുകയാണ്. എനിക്കിനി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റു, ഞാൻ റിജക്റ്റഡായി, എനിക്കിനി മെറിറ്റില്ല. ഇനി അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. ഇനി അമ്മയുടെ, എനിക്ക് യോഗ്യതയില്ല. ഇനിയുള്ള യോഗ്യത എന്താണ്? അമ്മ നൽകുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമേ യോഗ്യതയുള്ളൂ. അതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേ ഈസി ആയിട്ട് നോട്ട് ബൈ മെറിറ്റ് ഈ സാധനം വർക്ക് ചെയ്യാൻ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. എൻ്റെ ദൈവപൈതൽ, നീ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർ പോലും, ഞാൻ നിങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അതായത് ദൈവവുമായിട്ടുള്ള യാത്ര പക്ക അൺറീസണബിൾ വാക്കിംഗ് ആണ്. അതിൻ്റെ അകത്ത് റീസണബിൾ വാക്കിംഗ് ഇല്ല. ഫെയ്ത്ത് വാക്കിങ്ങിൻ്റെ അകത്ത് റീസണൊന്നും ഇല്ല. കത്തോലിക്ക സഭയുടെ ഒരു പരാജയം എന്ന് പറയണത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി റീസൺ വെച്ചു എന്നുള്ളതാണ്. റീസൺ ഇല്ല അവിടെയെങ്കിലും. അതായത് ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫിലോസഫി പഠിപ്പിച്ചിട്ടിട്ട് ലക്ഷങ്ങളെ ഇങ്ങനെ റീസണിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സഭയിൽ പരിശുദ്ധമായി പ്രവർത്തിക്കുന്നതിന് ചില സമയത്ത് അൺറീസൺ ആയിട്ടുള്ള വാതിലൂടെ ആയിരിക്കും വന്ന് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി നിൻ്റെ യുക്തിയുടെ വാതിലും ജനലും ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് ഏറ്റവും വലിയ അയുക്തി എന്ന് പറയണത്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2008 ഞാൻ മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോഴേ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നോ, സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ്. അപ്പം ഞാൻ 2087 മുതൽ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി പുത്തമ്പാന, അമ്മാനം, ദേവാസ, വെളിപ്പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം വരെയുള്ളതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും റിസർച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിസരമായിട്ട് കേരളം മുഴുവൻ അരഞ്ഞിറക്കണം. അങ്ങനെ ഞാൻ സാഹിത്യ അക്കാദമി പഠിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ. സീനിയർ ഫെലോഷിപ്പാണ്, കേരളത്തിൽ 2 പേർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ ആത്മകഥയിൽ അത് എഴുതിയിട്ടുണ്ട്. അതല്ല പ്രശ്നം. ആർക്കാണ് ആ വർഷം സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്? ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചവർക്കാണ്. ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നൊവേഷൻസിന് വേണ്ടിയാണ്. ഫിസിക്സിൻ്റെ തിയറം വെച്ചുകൊണ്ട് അവർ, അല്ലെങ്കിൽ ഫോർമുല വെച്ചുകൊണ്ട് അവർ തനതായിട്ട് കണ്ടുപിടിച്ച ചില പരീക്ഷണ ഉപകരണങ്ങൾക്കാണ് അവർ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപയാണ്. അത് വലിയൊരു അവാർഡാണ്. എനിക്കുണ്ട് ഫിസിക്സ് പഠിച്ചിരിക്കണത്. ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണ്? സഭയുടെ സാംസ്കാരിക കലാപേദങ്ങളെ പഠിച്ചിരിക്കുന്നത്. ഞാൻ അതിന് പകരം ചവിട്ടുനാടകത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുത്തു. ഇവിടെ മെറിറ്റ് ഉണ്ടാകും. നോൺസെൻസ് അല്ലേ, അട്ടർ നോൺസെൻസ് അല്ലേ, ഇവിടെ മെറിറ്റില്ലല്ലോ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഗ്രേസ്ഫുള്ളാണ്, ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. അതാ വിഷയം. നിങ്ങളെ റീസൺ വഴികളിലൂടെ പോയിട്ടുള്ളവരെ ദരിദ്രനാരായണന്മാരായിട്ട് ഗതികിട്ട പ്രേതങ്ങളായിട്ട് അവസാനിക്കും വിശ്വാസ വഴികളിൽ. ഒരു സംശയമില്ല. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ റീസൺ ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ്. അല്ല ബുദ്ധിയുടെ തലക്കനമല്ല, യുക്തിയുടെ തരത്തിലുള്ള വിശ്ലേഷണ പദ്ധതികളൊന്നുമല്ല. നിങ്ങൾ ഉള്ളി പൊളിച്ചോട് പോയിട്ട് എവിടെ പോകാനാണ്? ഒരിടത്തും പോകാനില്ല. അവസാനം എന്ന് പറഞ്ഞിരിക്കും, ഒരു കഥയില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് ഗ്രേസ് എന്ന് നിങ്ങൾ അറിയും. അപ്പോഴേ ആർക്കാണ് തന്നിരിക്കണത്? ആ വർഷത്തെ ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്ന ആൾക്കാണ്. എനിക്കാണ് 1ാം സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അതെന്താ കാര്യം? ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ് നിങ്ങളോട് പറയണത്. ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ്. എന്നേക്കാൾ സീനിയറായിട്ടുള്ള എന്തുമാത്രം ആൾക്കാരുണ്ട്, എന്നേക്കാൾ യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരാളവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് ഈ ലോകത്തിലുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ കൃപയ്ക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്, നീ വിശ്വസിക്കുമ്പോൾ തികച്ചും വിശ്വസിക്കണം, കലർപ്പില്ലാതെ വിശ്വസിക്കണം, കാപഠ്യമില്ലാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. യോനയുടെ പുത്രനായ ശമയോന നീ എന്നെ സ്നേഹിക്കുന്നു വന്ന് 15 കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് എന്ത് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് പത്രോസിനോട് കർത്താവ് എന്താണ് ചോദിച്ചത്?
ജോനടപ്പത്തിന് ശിമയോനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യ പൈതലെ, ഓരോ വിശ്വാസി ദൈവ പൈതങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ശരണപ്പെടാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് സാക്ഷ്യമായി ജീവിക്കാനുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപകർത്താവേ ഉപകർത്താവേ എന്ന് ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടമ്പടി നല്ല ശരിക്കും ബേണാവും. കൈയടിച്ച് സുഖിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ ആൾത്താരെ ഈ സമയത്ത് പകർന്നു നൽകിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉൾച്ചൂട്, ആ ചൂടോടുകൂടി നിങ്ങൾ ജീവിക്കാൻ നീ തീരുമാനമെടുക്കുക. ആ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഉയർകൊള്ളുന്ന ഒരു വലിയ വിശ്വാസ സാക്ഷി ജീവിതത്തിൻ്റെ ജീവിത പങ്കാളിയായി മാറാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ശിരസിൽ കൈവച്ചു, രണ്ട് കൈകളും ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിച്ച് ഓരോ വിഷയത്തിനു മേലും ദൈവികമായ ശക്തി ഇറങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവം കൃപയാൽ തണുപ്പിക്കുന്ന അതേ ദൈവസ്നേഹത്താൽ നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന വലിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിന് ഗാനം ആലപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകളെടുക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിലേക്ക് വരാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോട് നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോട് നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം.
അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ കൈകളെ ശിരസിൽ കൈവച്ചുകൊണ്ട് അതിശക്തമായ ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കട്ടെ. സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുവേ, നിന്റെ ദാനവും ശക്തിയുമായ പരിശുദ്ധാത്മാവിനാൽ അവരുടെ മക്കളെയും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതലേ ഉള്ളംകാല് വരെ നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ഓരോ സൂക്ഷ്മ ഞരമ്പുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സിസ്റ്റുകളെ മുഴകള കർത്താവെ, തകർന്നിട്ടുള്ള എല്ലാവിധ ഡാമേജ് ആയിട്ടുള്ള ശാരീരികമായ ആന്തരിക അവസ്ഥകൾ, കർത്താവ് ത്വക്ക് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കർത്താവേ ഹൃദയ രോഗങ്ങൾ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങൾ, സ്പൊണ്ടിലോസ് അസുഖങ്ങൾ, കർത്താവ് പിസിയുടെ അസുഖങ്ങൾ, നടുവേദനകൾ, കിഡ്നി അസുഖങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ മക്കളെ, കർത്താവ് സ്തുതിയുടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈയെടുത്തുകൊള്ളുക. ജോലി, വീട്, വിവാഹം, വഴികൾ, അതുപോലെ കേസുകൾ മാറാൻ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, രേഖകൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, യാത്ര, ജപ്തി, ലോണ്, കുടുംബത്തകർച്ച, സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ, ജോലിയിൽ നിന്നുള്ള വീഴ്ച,
ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ വേദനിക്കുന്ന എല്ലാവരുടെയും വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീങ്ങിപ്പോകട്ടെ. കുട്ടനിക്കുക. അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങൾ, അച്ഛൻ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക മൗനമായി. മുട്ടുന്ന ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസത്താൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യ